മാനസികമായിട്ടുള്ള അവസ്ഥകളെ പറ്റിയും മനസ്സിൻ്റെ ആരോഗ്യത്തെ പറ്റിയും എല്ലാം ഒരുപാട് സംശയങ്ങളുണ്ട് നമ്മുടെ ചുറ്റിലും. നമ്മൾ സാധാരണ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നൊരു വാക്ക് സത്യം പറഞ്ഞാൽ ഒരു അസുഖമില്ലാത്ത അവസ്ഥ എന്നുള്ളതല്ല. മെൻ്റൽ ഹെൽത്ത് എന്നുള്ളതൊരു വെൽബീയിങ് ആണ്. അപ്പോൾ സാർ, എന്താണ് ഈ വികാരങ്ങൾ എന്ന് പറയുമ്പോൾ? അതായത് ഓരോ ചിന്തകൾക്കൊപ്പവും ഓരോ വികാരമുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിൽ കുറേ പ്രശ്നങ്ങൾ, ചിലപ്പോൾ സ്ട്രെസ് ആവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രോബ്ലംസ് ആവാം, ആങ്സൈറ്റി ആവാം. അത് ചിലപ്പോൾ ഒരു സാഹചര്യം കൊണ്ടോ വ്യക്തി കൊണ്ടോ വസ്തു കൊണ്ടൊക്കെ നമുക്ക് ഉണ്ടാകുന്ന നമ്മുടെ സ്ട്രെസ്സും ആങ്സൈറ്റിയും എല്ലാം അതിനെ ഡീൽ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് മെൻ്റൽ ഹെൽത്ത് ഇല്ലായ്മ എന്ന് പറയുന്നത്. നമ്മളെന്ന് പറയുന്ന വ്യക്തിയുടെ 60% മനസ്സും 40% ശരീരവുമെന്നാണ്. ഇത് ഞാനിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഒരുപാട് വിമർശനങ്ങൾ സത്യത്തിൽ സംഭവിക്കാം. ഹായ്, നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു വാക്കാണ് മെൻ്റൽ ഹെൽത്ത്. ഇപ്പോൾ എവിടെ നോക്കിയാലും മെൻ്റൽ ഹെൽത്തിനെ പറ്റി ധാരണകളും തെറ്റിദ്ധാരണകളും എല്ലാം നമ്മുടെ ചുറ്റിലുമുണ്ട്. മാനസികമായിട്ടുള്ള അവസ്ഥകളെ പറ്റിയും മനസ്സിൻ്റെ ആരോഗ്യത്തെ പറ്റിയും എല്ലാം ഒരുപാട് സംശയങ്ങളുണ്ട് നമ്മുടെ ചുറ്റിലും. ഇതെല്ലാം നമുക്കറിയുവാനായി നമുക്ക് പുതിയൊരു യാത്ര സ്റ്റാർട്ട് ചെയ്യാം. ഇന്നു മുതൽ ഞങ്ങൾ ഡോക്ടർ ശങ്കർ സ്പീക്കിങ്ങിലൂടെ നിങ്ങളിലേക്ക് എത്തുകയാണ്. ഹായ്, ഐ ആം ജയസൂര്യ ബാലചന്ദ്രൻ, മെൻ്റലിസ്റ്റ് ആൻഡ് സ്റ്റേജ് ഹിപ്നോട്ടിസ്റ്റ്. എൻ്റെ കൂടെ ഈ യാത്ര നയിക്കുന്നത് സൈക്കോ തെറാപ്പിസ്റ്റും സൈക്കോളജിസ്റ്റുമായ ഡോക്ടർ ശങ്കർ സാറാണ്. ഹായ്, ഹലോ, ഹൗ ആർ യു? ഹായ് സർ, ഫൈൻ സർ, വാട്ട് അബൌട്ട് യു? ഓൾ ഗുഡ്, ഓൾ ഗുഡ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. യെസ്. ഓക്കെ, അപ്പോൾ എന്താണ് സർ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്? എന്താണ് മൈൻഡ്, അല്ല എന്താണ് മെൻ്റൽ ഹെൽത്ത്? സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അതിനെങ്ങനെ സാറിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും? ജയസൂര്യ, എനിക്ക് ആ ചോദ്യം അല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. അതായത് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ എന്താണ് മെൻ്റൽ ഹെൽത്ത് അല്ലെങ്കിൽ എന്താണ് മൈൻഡ് എന്നുള്ളത്. നമ്മൾ സാധാരണ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നൊരു വാക്ക് സത്യം പറഞ്ഞാൽ ഒരു അസുഖമില്ലാത്ത അവസ്ഥ എന്നുള്ളതല്ല. മെൻ്റൽ ഹെൽത്ത് എന്നുള്ളതൊരു വെൽബീയിങ് ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിൽ കുറേ പ്രശ്നങ്ങൾ, ചിലപ്പോൾ സ്ട്രെസ് ആവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രോബ്ലംസ് ആവാം, ആങ്സൈറ്റി ആവാം. അത് ചിലപ്പോൾ ഒരു സാഹചര്യം കൊണ്ടോ വ്യക്തി കൊണ്ടോ വസ്തു കൊണ്ടൊക്കെ നമുക്ക് ഉണ്ടാകുന്ന നമ്മുടെ സ്ട്രെസ്സും ആങ്സൈറ്റിയും എല്ലാം അതിനെ ഡീൽ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് മെൻ്റൽ ഹെൽത്ത് ഇല്ലായ്മ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനകത്ത് നമ്മൾ ഒരു കാര്യം കൂടെ നമ്മൾ പ്രത്യേകം നോക്കണം. മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്ന ഒരു സാധനം സ്ട്രെസ്സിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി മാത്രമല്ല, സ്വന്തം കഴിവുകളെ അല്ലെങ്കിൽ സ്വന്തം എബിലിറ്റീനെ മനസ്സിലാക്കിക്കൊണ്ട് ഗ്രോത്തിന് വേണ്ടിയിട്ട് അതിലൂടെ നമ്മുടെ സമൂഹവുമായിട്ട് പ്രോപ്പറായിട്ട് ഇൻട്രാക്ട് ചെയ്ത് ജീവിക്കുക എന്ന് ഉള്ളത് കൂടെയാണ് മെൻ്റൽ ഹെൽത്ത് കൊണ്ട് നമ്മളെപ്പോഴും ഉദ്ദേശിക്കുന്നത്. അതിൽ നമ്മൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടെ ഇൻഡെപ്തായിട്ട് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ, ഞാനെന്ന് പറയുന്ന വ്യക്തി 3 ഫാക്ടേഴ്സിൻ്റെ ഒരു സംയോജനമാണ്. എന്ന് പറഞ്ഞാൽ, ഒന്ന് ബോഡി, ബയോ, ഞാനെന്ന് പറയുന്ന വ്യക്തി. 2 സൈക്കോ, വിച്ച് ഈസ് അല്ലെങ്കിൽ സൈക്കി മീൻസ് മൈൻഡ് എന്നാണ്. അപ്പോൾ 1 എൻ്റെ ശരീരവും, 2 എൻ്റെ ബോഡിയും, 3 എൻ്റെ സൊസൈറ്റി. ഈ 3 ഫാക്ടേഴ്സിൻ്റെ ഒരു സംയോജനമാണ് ഹെൽത്തി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഞാനെന്ന് പറയുന്ന വ്യക്തിയുടെ ഹെൽത്ത് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ 3 ഫാക്ടറിൽ ഏതെങ്കിലും ഒന്ന് ഡിഫക്റ്റീവ് ആണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഈ 3 ഫാക്ടേഴ്സ് ഏതെങ്കിലും ഒന്നിൽ സംഭവിച്ചാൽ നമ്മൾ സത്യം പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള. അതിൽ നമ്മൾ ഏറ്റവും പ്രാധാന്യമായിട്ട് നമ്മൾ നോക്കുന്നത് മൈൻഡിനെയാണ്, സൈക്കി എന്ന് പറയുന്നത്. നമ്മൾ ഈ മനസ്സ് എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോഴും നമ്മളെ സാധാരണ ആൾക്കാർക്കുള്ള ഒരു മെജോറിറ്റി ആയിട്ടുള്ള ആൾക്കാർക്ക് അറിവില്ലാത്ത സാധനം എന്താണ് മൈൻഡ് എന്നുള്ളത്. നമുക്കൊരു പ്യുവർ എക്സ്പ്ലനേഷൻ ഇപ്പോഴും സയൻസിന് ഇല്ല എന്നുണ്ടെങ്കിലും മനസ്സെന്ന് പറയുന്ന സാധനത്തെപ്പറ്റി നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതാണ്. എന്ന് പറഞ്ഞാൽ, ഞാനെന്ന് പറയുന്ന വ്യക്തിയുടെ 60% മനസ്സും 40% ശരീരവുമാണ്. ചിലപ്പോൾ ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പല ഭാഗത്തു നിന്ന് വിമർശനങ്ങൾ ഉണ്ടാവാം. ഞാൻ ഇതിനൊരു സൈക്കോളജിക്കൽ പേഴ്സ്പെക്റ്റീവിൽ മാത്രമാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇത് ഞാനൊരു എക്സാമ്പിളായിട്ട് ഞാൻ പറയാൻ പോകുന്നത്, ഇപ്പം എല്ലാം ശരീരമാണെങ്കിൽ ഹെൽത്തി 6 പാക്ക് ഉള്ള കുറേ ആൾക്കാർ സൂയിസൈഡ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ സക്സസിൻ്റെ ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുമ്പോൾ അവർ ചിലപ്പം സൂയിസൈഡിൽ അറ്റത്തേക്ക് പോകാറുണ്ട്. അപ്പോൾ ഇതിനെല്ലാത്തിനും നമ്മൾ നോക്കുവാണെങ്കിൽ മനസ്സാണ് 60%. അപ്പോൾ നമ്മുടെ ലൈഫിൽ ഈ 60% നമ്മൾ എങ്ങനെ കെയർ ചെയ്യുന്നു അതിന് അനുസരിച്ചിരിക്കും എൻ്റെ മെൻ്റൽ ഹെൽത്ത് അല്ലെങ്കിൽ എൻ്റെ ലൈഫ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ ഡോക്ടർ ശങ്കർ സ്പീക്കിങ്ങിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് സാധാരണ ആൾക്കാരിലേക്ക് മനസ്സെന്താണ്, അതിൻ്റെ പ്രശ്നങ്ങൾ എന്താണ്, അതിനെ ഇപ്പം നമ്മുടെ ചുറ്റുപാടുമുള്ള നമ്മുടെ പ്രശ്നങ്ങളെല്ലാം മനസ്സുകൊണ്ട് അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ജീവിച്ച് മെൻ്റലി സ്ട്രോങ് ആയി അല്ലെങ്കിൽ സ്റ്റേബിളായിട്ട് നമുക്ക് എങ്ങനെ ജീവിച്ചു പോകാമെന്നും മനസ്സിന് സംഭവിക്കാൻ പറ്റുന്ന പല പ്രശ്നങ്ങളുണ്ട്. ചിലപ്പോൾ അത് അസുഖങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഡിസോർഡേഴ്സ് ആയിരിക്കാം, എന്ത് വേണമെങ്കിലും ആയിരിക്കാം. നമ്മൾ ഈ പറയുന്ന ചാനലിലൂടെ സാധാരണ ആൾക്കാരിലേക്ക് മനസ്സും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ
വിഷയങ്ങളിലേക്ക് നമ്മൾ ഇതിൽ എത്തിക്കുന്നതായിരിക്കും. നമ്മളെന്ന് പറയുന്ന വ്യക്തിയുടെ 60% മനസ്സും 40% ശരീരവുമെന്നാണ്. ഇത് ഞാനിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഒരുപാട് വിമർശനങ്ങൾ സത്യത്തിൽ സംഭവിക്കാം. നമ്മളെന്ന് പറയുന്ന വ്യക്തിയുടെ 60% മനസ്സാന്ന് പറയുന്നതിൽ ഏറ്റവും വലിയ കാര്യം, ഹെൽത്തി ബോഡിയുള്ള ഒരുപാട് ആൾക്കാർ സൂയിസൈഡിലേക്ക് നീങ്ങുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ സൂയിസൈഡ് ചെയ്യുന്നുണ്ട്. സക്സസിൻ്റെ അങ്ങേയറ്റം നിൽക്കുന്നവരും സൂയിസൈഡിലേക്കൊക്കെ എത്തുന്നുണ്ട്. ഇത് തന്നെ ഒരു പ്രൂഫാണ്. 60% എന്നുള്ള നമ്മൾ മനസ്സ് തന്നെയാണ്. നമ്മൾ ഈ 60%ത്തെ നമ്മൾ കൃത്യമായിട്ടും കെയർ ചെയ്തില്ലെങ്കിൽ നമ്മുടെ ജീവിതം ഭയങ്കരമായിട്ടും ബുദ്ധിമുട്ടാവും. സാധാരണ ആൾക്കാരിലേക്ക് നമ്മളിത് എത്തിക്കണം. ഇനി മനസ്സെന്താണെന്നുള്ളത്, അതായത് ഒരു സാധാരണ ഒരാൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ, നമ്മൾ ഒരിക്കലും ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ജാർഗൻസ് ഒന്നും നമ്മൾ ഇതിനകത്ത് സംസാരിക്കില്ല. സാധാരണ ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ മനസ്സെന്താണെന്ന് ചോദിച്ചാൽ രണ്ട് ഫാക്ടേഴ്സാണ് നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത്. ചിന്തകളും വികാരങ്ങളും. ചിന്തകളും വികാരങ്ങളും മാത്രമാണ് നമ്മളെ മൈൻഡ് എന്ന് പറയുന്നത്. എല്ലാവർക്കും ചിന്തകളുള്ളതാണ്. ഓരോ ചിന്തകൾക്കൊപ്പവും ഓരോ വികാരങ്ങളുണ്ടാവും. അപ്പോൾ ഈ ചിന്തകളിൽ വരുന്ന വ്യത്യാസം അല്ലെങ്കിൽ വികാരങ്ങളിൽ വരുന്ന വ്യത്യാസമാണ് നമ്മുടെ മാനസിക പ്രശ്നമായിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് മനസ്സിനെ എടുത്താൽ മതി. നമ്മൾ വലിയൊരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ജാർഗനൊക്കെ ഉപയോഗിച്ച് അതാണ് വേണ്ട. ഒരു സാധാരണ ആൾ എന്നുള്ള നിലയിൽ നമ്മൾ നോക്കുമ്പോൾ എൻ്റെ മനസ്സ് എന്താണെന്ന് ചോദിച്ചാൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് എൻ്റെ ചിന്ത. ആ ചിന്ത ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന വികാരം. ഇത് രണ്ടുമാണ് എൻ്റെ പ്രശ്നം. അപ്പോൾ എൻ്റെ മനസ്സ് പ്രശ്നമാണെന്ന് ഒരാൾ നമ്മളോട് ഷെയർ ചെയ്യുവാണെങ്കിൽ ഒന്നെങ്കിൽ അവരുടെ ചിന്തയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ വികാരത്തിനും എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടായിരിക്കാം. നമ്മളെപ്പോഴും സൈക്കോളജിക്കലി ഈ രണ്ട് ഫാക്ടേഴ്സിനെ മാത്രമാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത്. ഈ രണ്ട് ഫാക്ടേഴ്സ് കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. നമുക്ക് അതിലേക്കൊക്കെ വരാം. ഇനി നമ്മളുടെ ഓരോരോ എപ്പിസോഡിൽ ഈ ചിന്തകൾക്ക് ഉണ്ടാകുന്ന വ്യത്യാസങ്ങളും വികാരങ്ങൾക്ക് ഉണ്ടാകുന്ന വ്യത്യാസങ്ങളും ഒരു വ്യക്തിയുടെ ലൈഫിനെയോ ജീവിതത്തിനെയോ എങ്ങനെയൊക്കെ അത് ബാധിക്കുക എന്നുള്ളത് നമ്മൾ ഓരോ എപ്പിസോഡിലും ഞാനത് എക്സ്പ്ലെയിൻ തരാം. പക്ഷെ മൈൻഡ് എന്നുള്ളത് വികാരങ്ങളും ചിന്തകളും മാത്രമാണ്. ഓക്കെ ആണല്ലോ. ഈ രണ്ട് സാധനത്തിന്, വികാരങ്ങളെയും ചിന്തകളെയും, എപ്പോഴും ഒരു കാര്യം ആലോചിക്കുക, ചിന്തകൾക്കൊപ്പമാണ് വികാരങ്ങൾ വരുന്നത്. എല്ലാ ചിന്തകളുടെയും കൂടെ അസോസിയേറ്റഡ് ആയിട്ടൊരു വികാരം എപ്പോഴും ഉണ്ടാവും. ഓക്കെ, നമ്മുടെ ബ്രെയിൻ എപ്പോഴും ചിന്തകൾ ഇങ്ങനെ തന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ ചിന്തകൾക്കൊപ്പം എപ്പോഴും ഒരു വികാരം അസോസിയേറ്റഡ് ആയിരിക്കും. സാർ, ഇപ്പം എനിക്ക് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാകാത്തൊരു കാര്യമാണ് എന്താണ് ചിന്തകളെന്നുള്ളത്. സാർ, അതൊന്ന് പറഞ്ഞു തരാമോ? പിന്നെന്താ. നമ്മൾ ഈ ചിന്തകളെന്ന് നമ്മൾ കേൾക്കുമ്പോൾ ഒരിക്കലും നമ്മളിതിനൊരു ന്യൂറോ സയൻസോ അല്ലെങ്കിൽ മെഡിക്കൽ സയൻസിൻ്റെ എക്സ്പ്ലനേഷനായിട്ടല്ല ഞാനിപ്പോൾ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഒരു സാധാരണ ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ ഇതിനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ക്രിറ്റിസിസംസ് വരാം, പക്ഷേ നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് സാധാരണ ഒരാൾക്ക് മനസ്സിലാവുന്ന രീതി തന്നെയാണ്. നമ്മുടെ ചിന്തകളെന്ന് ഉള്ളത് എൻ്റെ ചുറ്റുമുള്ള ചിലപ്പോൾ ഒരു സാഹചര്യമാവാം, ഒരു വസ്തുവാവാം, ഒരു വ്യക്തിയാവാം. ഈ സാഹചര്യത്തെയോ വസ്തുവിനെയോ വ്യക്തിനെയോ പറ്റിയുള്ള എൻ്റെ അഭിപ്രായമാണ് എൻ്റെ ചിന്തകൾ. ഈ രീതിയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്താൽ ജയസൂര്യക്ക് അത് മനസ്സിലാവൂ? ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. ഒരു സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിൽ ഒരു സാഹചര്യത്തെ പറ്റിയോ ഒരു വസ്തുവിനെ പറ്റിയോ ഒരു വ്യക്തിയെ പറ്റിയുള്ള എൻ്റെ അഭിപ്രായമാണ് എൻ്റെ ചിന്ത. എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ജയസൂര്യക്ക് ഒരു ശത്രുവുണ്ട്, പേര് ബിനു എന്ന് വിചാരിച്ചു. അത് ശത്രു ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. ബിനുവിനെ പറ്റി ചിന്തിക്കുമ്പോൾ പെട്ടെന്ന് ഉണ്ടാകുന്നത് ബിനുവിനെ പറ്റിയുള്ള മോശം അഭിപ്രായങ്ങളായിരിക്കും. അപ്പോൾ ചിന്ത എന്താ? അഭിപ്രായം. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ ഒരു വസ്തുവിനെ ആവാം, ഒരു വ്യക്തിനെ ആവാം, അല്ലെങ്കിൽ ഒരു സാഹചര്യത്തെ ആവാം. നമുക്ക് മനുഷ്യനെന്നുള്ള ഒരു സ്റ്റാറ്റസിൽ ഈ മൂന്ന് കാര്യങ്ങൾ മാത്രമേ നമ്മുടെ ലൈഫിലുള്ളൂ. ചിലപ്പോൾ സിറ്റുവേഷൻസ് ആയിരിക്കാം, വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു വസ്തുവായിരിക്കും. ഇതാണ് ചിന്തകളെന്ന് പറയുന്നത്. വേറെ എക്സ്പ്ലനേഷൻ ഞാൻ ആദ്യം പറഞ്ഞു, ന്യൂറോളജിക്കൽ അല്ലെങ്കിൽ ന്യൂറോ സയൻസിൻ്റെ ഇതിൽ കുറേ സോഡിയം പൊട്ടാഷ്യം പമ്പ്, ഇലക്ട്രിസിറ്റി, ന്യൂറോൺസ് ഒക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും ഒരിക്കലും സാധാരണ ഒരാൾക്ക് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ അവർക്കത് കൂടുതലത് ഡൈജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ടിട്ടാണ് ഞാൻ വളരെ സിമ്പിളായിട്ട് ഞാൻ ഈ ഒരു ചിന്തകൾ എന്താണെന്നുള്ളത് ചെയ്യുന്നത്. അപ്പോൾ ഇനി ജയസൂര്യ ചിന്തിക്കുമ്പോൾ ആലോചിക്കുക, അതെല്ലാം ഒരു അഭിപ്രായങ്ങളാണ്. അപ്പോൾ സാർ, എന്താണ് ഈ വികാരങ്ങൾ എന്ന് പറയുമ്പോൾ? ഞാൻ ആദ്യം ഒരു കാര്യം ഞാൻ വ്യക്തമാക്കിയായിരുന്നു. അതായത് ഓരോ ചിന്തകൾക്കൊപ്പവും ഓരോ വികാരമുണ്ട്. അപ്പോൾ ചിന്തകളെന്നുള്ളത് ഒരു വസ്തുവിനോടോ വ്യക്തിയോടോ സാഹചര്യത്തോടോ ഉള്ള എൻ്റെ അഭിപ്രായമാണെങ്കിൽ ആ അഭിപ്രായത്തിന് ഞാൻ കൊടുക്കുന്ന അർത്ഥമാണ് എൻ്റെ വികാരം. ഓക്കെ, ഇപ്പോൾ കുറച്ചുകൂടെ മനസ്സിലായില്ലേ? ഇപ്പോൾ മനസ്സിലായി. ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾക്ക്, അതൊരു വസ്തുവോ വ്യക്തിയാവാം, ഈ മൂന്ന് കാര്യത്തിന് ഞാൻ കൊടുക്കുന്ന അർത്ഥമാണ് എൻ്റെ വികാരം. അപ്പോൾ ജയസൂട്ടൊക്കെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ചിന്തകൾ അഭിപ്രായവും വികാരങ്ങൾ അർത്ഥവുമാണെങ്കിൽ ചിന്തകൾ മാറ്റാൻ അഭിപ്രായങ്ങൾ മാറ്റിയാൽ ചിന്തകൾ ഓട്ടോമാറ്റിക്കലി മാറ്റാൻ നമുക്ക് പറ്റും. അതേപോലെ തന്നെ വികാരങ്ങൾ അർത്ഥമാണെങ്കിൽ അർത്ഥം മാറ്റിയാൽ വികാരവും മാറും. മാറും. പക്ഷെ ഇത് പറയുന്ന പോലെ അത്ര എളുപ്പവുമല്ല.
നമ്മൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് എഫേർട്ട് എടുത്താൽ മതി. ഞാൻ ആദ്യം പറഞ്ഞ പോലെ 60% നമ്മുടെ മനസ്സ്, നമ്മളെന്ന് പറയുന്ന വ്യക്തിയുടെ 60% നമ്മുടെ മനസ്സാണെങ്കിൽ അതിനുവേണ്ടി നമ്മുടെ ലൈഫിൽ 60% നമ്മൾ എഫേർട്ട് എടുത്താൽ ഈ അഭിപ്രായങ്ങളും അർത്ഥങ്ങളും എല്ലാം ഈസി ആയിട്ട് നമുക്ക് മാറ്റി നല്ലൊരു ജീവിതത്തിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാം. നമ്മൾ ഇനി അങ്ങോട്ട് ഈ ഡോക്ടർ ശങ്കർ സ്പീക്കിങ്ങിലൂടെ സാധാരണ വ്യക്തികൾക്ക് ഈ ചിന്തകളെയും വികാരങ്ങളെയും, അതായത് ഈ അഭിപ്രായത്തിനെയും അർത്ഥത്തിനെയും എങ്ങനെ മാറ്റാന്നുള്ളതും, ഈ ചിന്തകളും വികാരങ്ങളും മാറുന്നതിലൂടെ, ഡിസ്റ്റർബ്ഡ് ആവുന്നതിലൂടെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് മാനസിക ആരോഗ്യ മേഖലയിൽ ഉണ്ടാവുന്നതെന്നും ഞാൻ ഓരോന്നോരോന്നും സാധാരണ ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ജയസൂര്യക്ക് ഇപ്പോൾ എന്താണ് ചിന്തകളെന്നും വികാരം എന്നും ഒരു സാധാരണക്കാരൻ്റെ മനസ്സുകൊണ്ട് അല്ലെങ്കിൽ ബുദ്ധി കൊണ്ട് ചിന്തിച്ചപ്പോൾ ഏകദേശം മനസ്സിലായില്ലേ? നന്നായിട്ട് മനസ്സിലായി. ഇനി നമുക്ക് എങ്ങനെ ഈ മനസ്സിനെ അല്ലെങ്കിൽ ഈ ചിന്തകളെയും വികാരങ്ങളെയും മാറ്റാമെന്നുള്ളതായിരിക്കും നമ്മൾ ഈ ഒരു യാത്ര കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സാധാരണ വ്യക്തികളിലൊക്കെ എനിക്കൊരു കാര്യം ഷെയർ ചെയ്യാനുള്ളത്, എൻ്റെ ഒരു ജീവിതം വെച്ചിട്ടൊരു സ്റ്റോറി ഞാൻ ഇത് പറയാം. അപ്പോൾ ഏകദേശം ഒരു ധാരണ വരും. ഓക്കെ, ഞാൻ ഈ പറഞ്ഞ വഴിക്ക് ചെറിയൊരു വിക്ക് വന്നില്ലേ? ഓക്കെ, ഞാൻ 7ാം ക്ലാസ് തൊട്ട് അപ്രതീക്ഷിതമായിട്ട് എൻ്റെ ലൈഫിലേക്ക് വന്നൊരു ശത്രു അല്ലെങ്കിൽ വില്ലനാണ് എൻ്റെ വിക്ക്. അന്ന് എനിക്കിപ്പോൾ 41 വയസ്സോളമായി. അന്നത്തെ ഒരു ടൈം എന്ന് പറയുന്നത് സൈക്കാട്രിസ്റ്റുമാരും ഉണ്ടെങ്കിലും സൈക്കോളജിസ്റ്റുമാരൊക്കെ വളരെ റെയറാണ്. നമ്മൾ സൈക്കാട്രിസ്റ്റുമാരെന്ന് നമ്മൾ അന്ന് കേൾക്കുമ്പോൾ, ഇന്നും ഉണ്ട് മാനസിക രോഗത്തിൻ്റെ ഡോക്ടർമാർ, വട്ടിൻ്റെ ഡോക്ടർമാർ എന്നൊക്കെ ഒരു പൊതു സ്റ്റിഗ്മയുണ്ട്. അതെ. അന്ന് പക്ഷേ ഇതിൽ നിന്ന് എങ്ങനെ വെളിയിലേക്ക് വരണമെന്ന് എനിക്ക് ഒരു ധാരണ. കാരണം ഞാൻ അന്ന് 7ാം ക്ലാസ്സാണ്. അന്ന് ഞാൻ അനുഭവിച്ച കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം ഈ ചിന്തകൾ, ഈ പറഞ്ഞ അഭിപ്രായം, എന്നെ കൊണ്ടൊന്നിനും പറ്റില്ല, എനിക്ക് ജീവിക്കാൻ അർഹതയില്ല, അയ്യോ എനിക്ക് മിണ്ടാൻ പറ്റില്ല. അപ്പോൾ ഈ പറയുന്ന ചിന്തകൾ, അഭിപ്രായങ്ങൾ, എന്നെപ്പറ്റി തന്നെയുള്ള അഭിപ്രായങ്ങൾ പല രീതിയിലും മാറാൻ തുടങ്ങി. അതിലൂടെ ഒരു അഭിപ്രായം, ഇപ്പോൾ എന്നെപ്പറ്റി നെഗറ്റീവ് അഭിപ്രായം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് ഞാൻ ചിന്തിച്ച് കാണാൻ ഭംഗിയില്ല, പൊക്കമില്ല, അതെൻ്റെ വിദ്യാഭ്യാസത്തെയും എൻ്റെ ബാക്കിയുള്ള എൻ്റെ ഈ പറയുന്ന ഒരു സുഹൃത്ത് ബന്ധങ്ങളേക്ക് ഒരുപാട് ഞാൻ എല്ലാവരിൽ നിന്നൊക്കെ അങ്ങ് ബാക്കിലേക്ക് പോകാൻ തുടങ്ങി. ഇത് എൻ്റെ ഫാമിലി, എൻ്റെ അമ്മ ഒക്കെ കൂടെ എൻ്റെ കൂടെ നിന്നത് കൊണ്ടിട്ട് അന്നത്തെ കാലത്ത് ഞാൻ ഇച്ചുമ്പേ പറഞ്ഞ പോലെ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കാനായിട്ടുള്ള സാഹചര്യങ്ങൾ അന്നില്ലായിരുന്നു. ഈ പറയുന്ന വിക്കിനെ ഞാൻ ഒരു 8-9 വർഷം കൊണ്ടിട്ടാണ് എൻ്റെ നിയന്ത്രണത്തിലേക്ക് ഞാൻ എത്തിച്ചത്. അന്നും ഇന്നും ഞാനൊരു സാധാരണ വ്യക്തിയാണ്. അതേ സാധാരണ വ്യക്തിയുടെ മനസ്സോടുകൂടിയാണ് ഞാൻ ഇനി അങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. എങ്ങനെ അന്നത്തെ എൻ്റെ ചിന്തകളെ ഞാൻ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തു. ഞാൻ ആദ്യം ഒരു കാര്യം പറഞ്ഞിരുന്നു, 60% എന്നുള്ള എൻ്റെ മനസ്സിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ 60% സമയവും റിസോഴ്സസും സാഹചര്യവും ഉപയോഗിച്ച് ഞാൻ മാറ്റാൻ ശ്രമിക്കണം. ഇനിയുള്ള എല്ലാ എപ്പിസോഡുകളും ഡോക്ടർ ശങ്കർ സ്പീക്കിങ്ങിലൂടെ സാധാരണ വ്യക്തികൾക്ക് ഒരു കൈത്താങ്ങാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ അല്ലേ ജയസൂര്യ? അപ്പോൾ നമുക്കിനി അടുത്ത എപ്പിസോഡ് നമുക്ക് കാണാം.